മാത്രമല്ല അവരും നഴ്സുമാരെല്ലാവരും തന്നെ മനുഷ്യരാണ് എന്നാണ് നമുക്ക് ഓരോ ഘട്ടത്തിലും ഓർമ്മിപ്പിക്കാനുള്ള. വേതന വർധനയും തുല്യ ജോലിക്ക് തുല്യ വേതനവും അടക്കം വിവിധ ആവശ്യങ്ങൾ ഉയർത്തി അവകാശ പോരാട്ടത്തിൽ നഴ്സുമാർ വീണ്ടും തെരുവിലിറങ്ങുകയാണ്. നമ്മൾ അവർക്കൊപ്പം തന്നെയാണ്, റിപ്പോർട്ടർ അവർക്കൊപ്പം തന്നെയാണ്, അവകാശ പോരാട്ടത്തിനൊപ്പം തന്നെയാണ്. അടിസ്ഥാന ശമ്പളം 40,000 രൂപയായി ഉയർത്തിയില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കെന്നാണ് UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. സർക്കാർ ശമ്പളം വർദ്ധിപ്പിച്ചാൽ നൽകാൻ സ്വകാര്യ ആശുപത്രികൾ തയ്യാറാണ്. പക്ഷേ സർക്കാർ സ്വകാര്യ ആശുപത്രിയെ നഴ്സുമാരെ അവഗണിക്കുന്നുവെന്നാണ് ജാസ്മിൻ ഷായുടെ വാദം. UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. ഈ ഒരു വലിയ പണിമുടക്കിലേക്ക് പോവുകയാണ്. ഈ അത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് പോകാനുള്ള പ്രേരണ എന്താ? കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾ ഒരേ ആവശ്യം 40,000 രൂപ ശമ്പളം പരിഷ്കരണം എന്നുള്ള ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. 2016 സുപ്രീം കോടതിയും അതുപോലെ തന്നെ 2014 കേന്ദ്ര സർക്കാർ നിയോഗിച്ച ജഗദീഷ് പ്രസാദ് കമ്മിറ്റി പറഞ്ഞ ശമ്പളമാണ് 10 വർഷത്തിനിപ്പുറം 2026 ഞങ്ങൾ ചോദിക്കുന്നത്. കഴിഞ്ഞ 2023 ശമ്പള പരിഷ്കരണ നടപടി തുടങ്ങിയതാണ്. 3 വർഷമായിട്ടും 2025 ഡിസംബർ 27 ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പ്രതികരിച്ചാണ് ഒരു മാസത്തിനകം ശമ്പള പരിഷ്കരണം ഉണ്ടാകുന്നത്. പക്ഷേ നാളിതുവരെയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. എന്താണ് ഇതിന് തടസ്സം? സർക്കാർ എന്താ പറയുന്നത്? യഥാർത്ഥത്തിൽ സർക്കാരിന് ഇതിൽ യാതൊരു തടസ്സത്തിനും കാര്യമില്ല. കാരണം ശമ്പളം നൽകേണ്ടത് സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റാണ്, വൻകിട കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളാണ്. യഥാർത്ഥത്തിൽ സർക്കാരിനെ പ്രഖ്യാപിക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. ബാക്കി നൽകേണ്ടതും കൊടുക്കേണ്ടതും എല്ലാം മാനേജ്മെൻറ്റുകളാണെങ്കിൽ ഇപ്പോൾ നമ്മോട് പറയുന്നത് സർക്കാർ പ്രഖ്യാപിച്ചാൽ പിറ്റേ ദിവസം നൽകാൻ തയ്യാറാണ്. പക്ഷേ സർക്കാർ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞാൽ ഇവർ തമ്മിൽ വല്ല അന്തർധാര ഉണ്ടാവണം. കാരണം അവർ പറയുന്നു ഞങ്ങൾ തരുന്നു, ഇവർ പ്രഖ്യാപിക്കാൻ തയ്യാറാവില്ല. സർക്കാരിന് എന്തിനാണ് മടിച്ചേക്കേണ്ട, ആശങ്കപ്പെടേണ്ടത്? 2023 നിർദ്ദേശം നൽകിയിരുന്നു നിങ്ങൾക്ക് ഈ ശമ്പളം, അടിസ്ഥാന ശമ്പളം ഇത്രത്തോളം നൽകണമെന്ന്. പക്ഷേ 3 വർഷം എടുത്തു, എന്നിട്ട് പോലും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. ഇല്ല, 2016 നിർദ്ദേശങ്ങൾ വന്നത് സുപ്രീം കോടതിയുടെയും ജഗദീഷ് പ്രസാദിൻ്റെയും. 2023 ശമ്പളം പരിഷ്കരിക്കാൻ 2023 കേരളം മുഴുവൻ UN നടത്തിയ സമരത്തിൻ്റെ പാശത്തിലാണ് അന്ന് തൊഴിൽ വകുപ്പ് വിളിച്ചു ചേർക്കുകയും പിന്നീട് ഒരു ശമ്പള പരിഷ്കരണ കമ്മിറ്റി ഉണ്ടാക്കിയത്. 3 വർഷം ആ കമ്മിറ്റി ചർച്ചകൾ നടത്തി ഡിസംബർ 27 അന്തിമ യോഗവും കഴിഞ്ഞ് പിരിഞ്ഞതാണ്. എന്നിട്ട് 27 തൊഴിൽ വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇതുവരെ പ്രഖ്യാപിച്ചില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നഴ്സിംഗ് സമൂഹത്തിനും ആരോഗ്യ പ്രവർത്തകർക്കും അറിയേണ്ടത്. നാളെ ഒരു സംസ്ഥാന വ്യാപക പണിമുടക്കാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? തീർച്ചയായിട്ടും അനിശ്ചിതകാല സമരം അടക്കമുള്ള നടപടിയിലേക്ക് നമ്മൾ കിടക്കും. ലോങ് മാർച്ച് അടക്കമുള്ള സമര പരിപാടികളിലേക്ക് നമ്മൾ കിടക്കും. ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളെല്ലാം നാളെ ഉണ്ടാകും. സ്വകാര്യ നഴ്സുമാർ കടുത്ത ഒരു നിലപാടിലേക്ക് പോവുകയാണ്. കാരണം അവർക്ക് അർഹതപ്പെട്ട ശമ്പളം, അത് മിനിമം വേതനം അവർ ചോദിക്കുകയാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂല നിലപാടുണ്ടാകുന്നില്ല. സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് UNA പറയുന്നത്.